ആർട്ടിസ്റ്റ് ഗോപാലിന് ചവറ വികാസ് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇലസ്ട്രേഷനിലും കാലിഗ്രാഫിയിലും 65 വർഷം മുമ്പ് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട പ്രതിഭയാണ് ആർട്ടിസ്റ്റ് ഗോപാലനെന്ന് കെ ജയകുമാർ പറഞ്ഞു. ചവറയിൽ ജനിച്ച ഇലസ്ട്രേഷനിലും കാലിഗ്രാഫിയിലും 65 വർഷങ്ങൾക്ക് മുമ്പ് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട അത്ഭുത പ്രതിഭയാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. പ്രത്യേക പരിശീലനം ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ആർട്ടിസ്റ്റ് ഗോപാലൻ പ്രമുഖ വാരികകളിലൊക്കെ അതിപ്രശസ്തരുടെ കൃതികൾക്ക് ചിത്രങ്ങൾ വരച്ചു. വ്യത്യസ്തമായി വരച്ച ചിത്രങ്ങൾ പ്രത്യേക മിഴിവും മനസ്സിൽ പതിയുന്നവയായി മാറിയെന്ന് കെ ജയകുമാർ കൂട്ടിച്ചേർത്തു. ആർട്ടിസ്റ്റ് ഗോപാലന് ജന്മനാട്ടിൽ ചവറ വികാസ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കെ ജയകുമാർ. ഒരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ടെക്നോളജിയുടെ ഫലമായിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫലമായി നമ്മൾ ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഇലസ്ട്രേറ്റ് ചെയ്ത ഒരു ഇലസ്ട്രേഷൻ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, ഇതിപ്പോ കലാകാരന്മാരുടെ ഒരു ഇന്റഗ്രിറ്റിയുടെ സത്യസന്ധതയുടെ ഒരു പ്രശ്നം കൂടിയായിരിക്കും. ഞാൻ ഈയിടയ്ക്ക് മറ്റന്നാൾ പ്രകാശനം ചെയ്യാനായിട്ടുള്ളൊരു പുസ്തകം എഴുതി കൊടുത്തു ഒരു പ്രസാധകന്. അപ്പോൾ മറ്റന്നാൾ തൃശ്ശൂർ വെച്ച് പ്രകാശിപ്പിക്കണം. മറ്റൊന്നുമല്ല, ഒരു 20 ലോക കവികളുടെ ഒരു 10-30ഓളം കവിതകളൊന്ന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാക്കി. അപ്പോൾ അവസാനം ഞാൻ എന്നിട്ട് ചെറിയ കുറിപ്പ് വേണം അവരെ പറ്റി. അത് മാത്രമാണ് ഞാൻ AI-യോട് ചോദിച്ചത്. ഒരു ഗീവ് മി 200 വേർഡ്സ് അക്കൗണ്ട് ഓഫ് ഇൻ എ പോയിന്റ്. അപ്പോൾ ഞാൻ ആമുഖത്തിൽ അത് എഴുതാൻ വിട്ടുപോയി. എഴുതണം. ഇതിനകത്തുള്ള പരിഭാഷകളൊന്നും തന്നെ AI ചെയ്തതല്ല എന്ന് എഴുതാനും അങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുക്കാനും ഇന്നത്തെ കലാകാരൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഇത് വായിക്കുന്ന ഇത് വളരെ എളുപ്പമല്ലേ, ഇതങ്ങോട്ട് ഇംഗ്ലീഷ് കവിത എടുത്ത് ChatGPT-ക്ക് കൊടുക്കുക, മലയാളം ChatGPT-ക്ക് കൊടുക്കുക, അതെടുത്ത് അടിക്കുക, സ്വന്തം കവിത എഴുതും. ഇങ്ങനെ നമ്മുടെ കവിതകളെ പറ്റി തന്നെ വേണേൽ കവിത എഴുതാൻ കേട്ടോ. ChatGPT കവിതയും എഴുതും. ഞാനൊരു സിനിമയ്ക്ക് പാട്ട് എഴുതാൻ പോയപ്പോൾ ആ സംവിധായകൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് ഒരു 8 തവണ മാറ്റി കൊടുത്തിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ഞാൻ ChatGPT-യോട് പറഞ്ഞു, എനിക്കൊരു തീവ്ര പ്രണയഗാനം എഴുതി തരൂ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിലാണ്. അന്ന് മലയാളം ഇത് ChatGPT-ക്ക് മലയാളം അറിയാമെന്നുള്ള എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി തന്നു. പക്ഷെ ഞാൻ ഉപയോഗിച്ചില്ല. അത് വേറെ കാര്യം, പടം നടന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഗതികെട്ടാൽ ഈ എഴുത്തുകാരനെ ChatGPT ആശ്രയിച്ചു പോകും. ആർട്ടിസ്റ്റ് ഗോപാലന്റെ ജീവിതവും കലയും വിവരിക്കുന്ന ആത്മകഥാ പുസ്തകം രചിച്ച ബൈജു ചന്ദ്രൻ, ചവറ KS പിള്ള, PS സുരേഷ്, വികാസ് പ്രസിഡന്റ് B ശ്രീജേഷ്, കൺവീനർ B ബാബുരാജേന്ദ്രൻ പിള്ള, വനിതാവേദി പ്രസിഡന്റ് രജനി ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.